ദർശനും ഹരിദാസും മാത്യുവുമെല്ലാം വീട്ടിലിരുന്ന് കല്യാണത്തിൻ്റെ ചർച്ചയിലായിരുന്നതുകൊണ്ട് മാത്യു തന്നെ നിർബന്ധിച്ച് നിഖിലിനെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചു. ദർശന്റെ ക്യാബിനിലിരുന്ന് തന്നെ കൊണ്ടാവുന്ന ജോലികളെല്ലാം ചെയ്യുകയായിരുന്നു നിഖിൽ. അവനരികിലായി തന്നെ ശ്രുതി ഇരിപ്പുണ്ട്. 2 ദിവസം മുമ്പാണ് ശ്രുതി കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അവളുടെ പേടിയൊക്കെ ഒന്ന് മാറുന്നതുവരെ തനിക്കൊപ്പം നിന്ന് വർക്കെല്ലാം പഠിക്കട്ടെ എന്ന് ദർശനാണ് പറഞ്ഞത്. സാർ, മേ ഐ കം ഇൻ? യെസ് സാർ. ദർശൻ സാറിനെ മീറ്റ് ചെയ്യാനായി ഒരു പെൺകുട്ടി വന്ന് നിൽപ്പുണ്ട്. സാർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എവിടെയുണ്ടാകും, അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് എത്തിയത് അഭിനയുടെ മുഖമാണ്. കുറച്ചുനാൾ മുമ്പ് അവൾ ഓഫീസിലേക്ക് ദർശനെ കാണാൻ വന്നത് ദർശൻ പറഞ്ഞത് ഓർമ്മയിലെത്തി. പേരെന്താണെന്നോ മറ്റോ പറഞ്ഞോ? അഭിരാമി. ആമി വളരെ സാവകാശം മന്ത്രിച്ചതിനോടൊപ്പം ആ ചൊടികളിൽ ഒരു പുഞ്ചിരി കൂടി വിടർന്നു. അകത്തേക്ക് വരാൻ പറ. ഓക്കെ സാർ. അനുവാദം പോലും ചോദിക്കാതെ ധൃതി പിടിച്ചാണ് അവൾ അകത്തേക്ക് കയറിയത്. നിഖിലേട്ടാ, ഞാൻ അഭിരാമി. എന്നെ ഓർമ്മയുണ്ടോ? മറന്നിട്ട് വേണ്ടേ ഓർക്കാൻ? അല്ല, എന്താ ദർശനെ ഇത്ര അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? അത് വളരെ അത്യാവശ്യമാണ്. ദർശേട്ടൻ എവിടെയാ? അവനിപ്പോൾ വീട്ടിലാ. കല്യാണമൊക്കെ പെട്ടെന്നല്ലേ ഉറപ്പിച്ചത്. അതും വളരെ കുറച്ച് നാളല്ലേ ഉള്ളൂ ഇനി. അതുകൊണ്ട് ആകെ ഓട്ടത്തിലാണ്. ഞാനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. അവൾ ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു. കല്യാണത്തെക്കുറിച്ച് ഇനി എന്ത് തീരുമാനിക്കാനാ? അത് വീട്ടുകാർ തന്നെ തീരുമാനിച്ചല്ലോ. അല്ല, അടുത്ത ചൊവ്വാഴ്ച കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ധൃതി പിടിച്ച്? അത് കൊള്ളാം. ഞങ്ങൾ പെണ്ണുവീട്ടുകാരല്ലല്ലോ ജാതകവുമൊക്കെ കൊണ്ടുപോയി കാണിച്ചത്, ഈ പണിയൊക്കെ ഒപ്പിച്ചു വെച്ചത്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു. അവനൊരു തമാശ പോലെ പറഞ്ഞു. ആമിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അമ്മ അവളോട് പറഞ്ഞത് ദർശന്റെ അമ്മ ജാതകം കൊണ്ടുപോയി കാണിച്ചു 9 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്നായിരുന്നല്ലോ. ജാതകം? എനിക്കൊന്നും മനസ്സിലായില്ല. തൻ്റെ അമ്മയല്ലേ ചേച്ചിയുടെ ജാതകം കാണിക്കുന്ന കൂട്ടത്തിൽ അമ്പിയുടെ ജാതകം കൂടി കാണിച്ചത്. 9 ദിവസത്തിനുള്ളിൽ അമ്പിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 10 വർഷം കഴിഞ്ഞ് കല്യാണം ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞത്. താനെന്താ ആ വീട്ടിലല്ലേ താമസം? ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം അവൾക്ക് വ്യക്തമായത്. അച്ഛൻ അമ്മയോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. അമ്മയോട് മാത്രമല്ല, ദേവിയുടെ വീട്ടുകാരോടും പറഞ്ഞതും മുഴുവൻ കള്ളമാണ്. രണ്ടിടത്തും 2 രീതിയിലാണ് അച്ഛൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയൊരു ചതി തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. കല്യാണം 9 ദിവസത്തിനുള്ളിൽ നടക്കുമെന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ കരുതി നിങ്ങളായിരിക്കും കല്യാണം വേഗം നടത്തണമെന്ന് പറഞ്ഞതെന്ന്. അതാ ഞാൻ ദർശേട്ടനോട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാമെന്ന് കരുതി വന്നതാണ്. ചമ്മലോടെ ആമി പറഞ്ഞൊപ്പിച്ചു. കൊള്ളാം. തലയും വാലും ഒന്നുമില്ലാതെ കാര്യങ്ങളും കേട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? ഇതുവരെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ? അന്നത്തെ ആക്സിഡന്റ് സമയത്ത് കണ്ട അതേ കൊച്ചു തന്നെ. അവൻ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. എന്നാൽ ആമി അതൊന്നും ആസ്വദിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. ഞാനെന്നാ പോട്ടെ നിഖിലേട്ടാ. ചെല്ല്, നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഒരുപാട് കാര്യങ്ങൾ. അവനോട് യാത്ര പറഞ്ഞ അപ്പോൾ തന്നെ അവൾ അവിടുന്ന് നേരെ സ്വാതിയുടെ വീട്ടിലേക്കാണ് പോയത്. നീ എന്തൊക്കെയാ ആമി ഈ പറയുന്നത്? നിന്റെ അച്ഛനും ചേട്ടനും ചേച്ചിയുമൊക്കെ കൂടി എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്? എനിക്കറിയില്ല സ്വാതി. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം മുതലേ ഈ ബന്ധത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. നീ പറഞ്ഞപ്പോൾ ആദ്യമൊന്നും വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ എനിക്കും തോന്നിയിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് നിന്റെ ചേട്ടനും അച്ഛനും ദർശേട്ടനും വേണ്ടി ചേച്ചിയെ കല്യാണം ആലോചിക്കാൻ പോയതൊക്കെ. പക്ഷേ ഇതിപ്പോൾ എന്തിനാ അവരിങ്ങനെയൊരു പ്ലാൻ ചെയ്തത്? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഇതിപ്പോൾ കല്യാണം നേരത്തെ നടത്തിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? അവരെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് സ്വാതി. എന്തോ വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ഏയ്, നീ ഇങ്ങനെ കാട് കയറിയൊന്നും ചിന്തിക്കാതെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ് ഈ കല്യാണം നടത്താൻ നോക്കുന്നത്? അതും ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ. കള്ളത്തിന് മേൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര്. ഇല്ല സ്വാതി, ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേവി ഒരു പാവമാണ്. അവളെ ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. നീ എന്തൊക്കെയാണ് ആമി ഈ പറയുന്നത്? നിന്റെ അച്ഛന് പോയി സംസാരിച്ച് അവർ അതിന് സമ്മതിക്കുകയും ചെയ്തു. തീയതിയും തീരുമാനിച്ചു. കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. എന്നിട്ട് ഇപ്പോൾ ഇത് മുടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരീ കാണിക്കുന്ന ചതിക്ക് ഞാനും കൂട്ടുനിൽക്കണമെന്നാണോ? ദേഷ്യം കൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പെല്ലാം വിറച്ചു. ഇന്നല്ല, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പെട്ടെന്ന് ദേഷ്യത്തിന് എടുത്തു ചാടിയാൽ അത് നിന്റെ ജീവിതത്തിൽ കൂടി പ്രശ്നമാകും. നീ ഇപ്പോൾ എതിർക്കാൻ നിൽക്കുന്നത് നിന്റെ വീട്ടുകാരെയാ. കുറച്ചുനേരം എന്തോ ആലോചിച്ചതിന് ശേഷം ആമി തൻ്റെ ഫോണെടുത്ത് വിളിച്ചു.
ആമി, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നീ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതെ. ഇല്ല സ്വാതി, നീ പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ശ്രദ്ധിച്ച് സംസാരിച്ചോളാം. ദർശനെ നേരിട്ട് കാണുവാൻ വേണ്ടി ദേവിയെ വിളിച്ച് ദർശൻ എവിടെയാണെന്ന് അവൾ വിളിച്ചു അന്വേഷിച്ചു. ഇവന്റ് ഗ്രൂപ്പുകാരെ കാണുവാനായി ദർശനും ഡേവിഡും നേരിട്ട് പോയിരിക്കുകയാണെന്നറിഞ്ഞ് അവനെ കാണുവാനായി വന്നു നിൽക്കുകയാണ് ആമി. അവരുടെ ഓഫീസിന് മുൻപിലായി ദർശന്റെ കാറുകൂടി കണ്ടപ്പോൾ അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. ഓഫീസിന് പുറത്തിറങ്ങിയ ദർശൻ മുൻപിലായി നിൽക്കുന്ന അഭിരാമിയെയും സ്വാതിയെയും കണ്ടൊന്ന് ഞെട്ടി. താനെന്താ ഇവിടെ? ആദ്യത്തെ അമ്പരപ്പൊന്ന് മാറിയപ്പോൾ അവൻ ചോദിച്ചു. ഞാൻ ദർശേട്ടനെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് അവൻ ആമി തന്നെ അന്വേഷിച്ച് ഓഫീസിൽ വന്ന കാര്യം നിഖിൽ പറഞ്ഞതോർത്തത്. താൻ എന്നെ അന്വേഷിച്ച് ഓഫീസിൽ വന്നിരുന്നു എന്ന് നിഖിൽ പറഞ്ഞല്ലോ. എന്താ, എന്തെങ്കിലും സീരിയസ് ആയി സംസാരിക്കാൻ വന്നതാണോ? ഞങ്ങളിവിടെ ഇവരെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇത്രയും ദിവസമല്ലേ ഉള്ളൂ, ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല. സ്വാതി പറഞ്ഞതുപോലെ തന്നെ അവർ ഒരുപാട് മുന്നോട്ട് പോയെന്ന് ആമിക്കും മനസ്സിലായി. എന്നാൽ വരാൻ പോകുന്ന അപകടത്തേക്കാൾ വലുതല്ല ഇപ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്നുമെന്ന് ആമിക്ക് തോന്നി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ. പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ഡേവി ചേട്ടൻ. ഡേവിഡ് എന്ന പേര്. നമ്മുടെ അയൽവാസിയാണ്. പക്ഷേ ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ്. എനിക്കറിയാം. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ദേവി എനിക്ക് വീടൊക്കെ കാണിച്ചു തന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ദേവി ചേട്ടാ, ഇത് അഭിരാമി, അമ്പിയുടെ സിസ്റ്ററാണ്. ഓ, അന്ന് വീട്ടിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞിരുന്നു നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നൊക്കെ. അതൊരു വലിയ കഥയാ, ഞാൻ പിന്നെ പറയാം. പിന്നെ ഇത് അഭിരാമിയുടെ ഫ്രണ്ട് സ്വാതി. സ്വാതി, ഓർമ്മയുണ്ടോ തനിക്കെന്നെ? പിന്നെ നല്ല ഓർമ്മയുണ്ട്. എന്നാൽ ഞാനൊരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയേക്കാം, നിങ്ങൾ സംസാരിക്കുക. അയ്യോ, അത് വേണ്ട, ചേട്ടൻ കൂടി വാ. എനിക്ക് രണ്ടുപേരോടും കൂടിയായിട്ടാ സംസാരിക്കാനുള്ളത്. ദേവി പറഞ്ഞു തന്നിട്ടുള്ളത് വെച്ച് ദേവിക്ക് ആ കുടുംബവുമായി നല്ല ബന്ധമാണുള്ളത്. ഒരുപക്ഷെ ദർശനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവൻ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. എന്നാ വാ ചേട്ടാ, നമുക്ക് ആ കോഫി ഷോപ്പിലിരിക്കാം. താൻ എന്തൊക്കെയായി പറയുന്നത്? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് ഇനി ഈ കല്യാണം വേണ്ടെന്ന് വെക്കണമെന്ന് പറയണമെന്നോ? വേണ്ടെന്ന് വെക്കണമെന്നല്ല ദർശേട്ടാ, ഇപ്പോൾ തന്നെ വേണ്ട എന്ന് പറയണമെന്നാ ഞാൻ പറഞ്ഞത്. ജാതകത്തിന്റെ പ്രശ്നം കൊണ്ടല്ലേടോ കല്യാണം ഇത്ര ധൃതി പിടിച്ച് നടത്തുന്നത്. 10 വർഷം ഒരു നീണ്ട ഗ്യാപ്പാണെന്നാ തൻ്റെയും എൻ്റെയും വീട്ടുകാർ പറയുന്നത്. പക്ഷെ ദർശേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഭാര്യ ആവാനുള്ള പ്രായവും പക്വതയും ദേവിക്കുണ്ടോ? അവൾ അതിന് മനസ്സാലെ തയ്യാറെടുത്തിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ അവൾ തന്നെയല്ലേ വിവാഹം നടത്തിത്തരാൻ ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അവളുടെ ഒറ്റ നിർബന്ധത്തിലാണ് ഞങ്ങൾ തൻ്റെ അച്ഛനോട് വിവാഹത്തിന് സമ്മതിച്ചത്. ആമി പിന്നെയും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവനൊന്നും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. ദേവി കരഞ്ഞു പറഞ്ഞത് മാത്രമായിരുന്നു അന്നേരം അവൻ്റെ ഉള്ളിൽ. ഒടുവിൽ ആമിക്കും സ്വാതിക്കും അവിടെ നിന്ന് നിരാശരായി തന്നെ മടങ്ങേണ്ടി വന്നു. ആ കൊച്ചു പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. ഇത്ര ധൃതി പിടിച്ച് ഒരു വിവാഹം വേണോടാ നമുക്ക്? വിവാഹം ഇപ്പോൾ തന്നെ നടത്തണമെന്ന് നിർബന്ധം പിടിച്ചത് അവളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവി ചേട്ടാ. പെട്ടെന്ന് ഇങ്ങനെ അവള് ഞങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുന്നത് ഞങ്ങൾക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ്. അമ്മയും അച്ഛനുമൊക്കെ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെ അറിയില്ല. പക്ഷെ നമുക്ക് മുന്നിൽ വേറെ വഴിയില്ലല്ലോ. പിന്നെ അവള് പറയുന്നത് ചേട്ടൻ അത്ര കാര്യമാക്കണ്ട. എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കല്യാണമായപ്പോൾ ആൾക്ക് വേണ്ട തരത്തിൽ കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക് ഷോപ്പിങ്ങും മറ്റുമൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും. പിന്നെ ആളുടെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ്. പിന്നീട് പണ്ടുണ്ടായ സംഭവങ്ങളെല്ലാം ദർശൻ അവന് വിവരിച്ചു കൊടുത്തു. അതൊക്കെ കേട്ടപ്പോൾ അവനും തോന്നി അവൾ പറയുന്നത് അത്ര കാര്യമാക്കേണ്ടെന്ന്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം രണ്ട് വീട്ടുകാർക്കും വളരെ തിരക്ക് പിടിച്ചതായിരുന്നു. ആരെയും വിളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഹരിദാസ് ഏറ്റവും വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കാനായി ഒരു ലിസ്റ്റ് ഇട്ടു. ദർശനും നിഖിലും 2 വഴിക്കായി ഓരോരുത്തരെ വിളിക്കാനായി ഇറങ്ങി. വിവാഹത്തിൻ്റെ വസ്ത്രങ്ങളും മറ്റും എടുക്കുവാനായി ദേവിയെയും അമ്പിയെയും വീട്ടുകാർ വിളിച്ചിരുന്നു. ദേവിയാണ് അവർക്കൊപ്പം അതിനൊക്കെ പോയത്. അവൾക്ക് ബ്യൂട്ടി പാർലറിൽ മറ്റും പോകുന്ന ആവശ്യങ്ങൾക്കായി നിത്യയും കല്യാണിയും കൂട്ടുപോയി. ബാക്കിയുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നതിനും അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനുമായി രാധികയും ഡേവിഡിൻ്റെ ഭാര്യയും പോയി. എല്ലാവരും കൂടി സഹകരിച്ച് കാര്യങ്ങളെല്ലാം ഒരു കരയ്ക്കടുപ്പിച്ചു. എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും ഒന്നിലും ശ്രദ്ധിക്കുവാനോ മനസ്സറിഞ്ഞ് നിൽക്കുവാനോ ആമിക്കായില്ല. താൻ പേടിച്ചതുപോലെ ഒന്നുമില്ലെന്നും എല്ലാം നല്ലതിനു വേണ്ടിയാണെന്നും സ്വയം തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ആമി ശ്രമിച്ചു. പ്രത്യേകിച്ച് വേറൊരു സംസാരമോ
ഒറ്റയ്ക്കുള്ള ഒത്തുകൂടലുകളോ അച്ഛനോ ചേട്ടനോ ചേച്ചിയോ തമ്മിൽ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ എല്ലാം തൻ്റെ തോന്നലാണെന്ന് തന്നെ ആമിയും ഉറപ്പിച്ചു. അങ്ങനെ വിവാഹത്തിൻ്റെ തലേനാളെത്തി.